ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വേട്ടക്കാരൻ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. സോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന 3 തീപ്പൊരു മുത്തുമണി സാധനങ്ങളാണ് ടൈകാസ്റ്റിൽ നിന്ന് മാറി ചിന്തിച്ച് തിരുവോടെ ഒരു പ്രീമിയം ലെവലായിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോണേ. സോ നിങ്ങൾ കുറേ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നേരെ വീഡിയോ കിട്ടുമോ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരുന്ന സാധനങ്ങൾ 3 പ്രീമിയം ടൈകാസ്റ്റ് മോഡൽസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ സാധനങ്ങൾ കാണിച്ചു തരാൻ ഈ ഇരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലെജൻഡറി BMW M3 E30. അപ്പോൾ ഇതാണ് മുതൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. ഇതാണ് സാധനം. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എനിക്ക് വാങ്ങണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഡൈകാസ്റ്റിൽ തന്നെ ഇത്രയുടെ പ്രീമിയം സെറ്റപ്പിലിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇത്രയുടെ സെറ്റായിട്ടുള്ള ഒരു പ്രീമിയം സാധനം എനിക്ക് വേണം. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ അതിന് പറ്റിയ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് മുതൽ. ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഈ ഫ്രെയിം നമുക്ക് നൈസായിട്ട് ഇങ്ങനെ സൈഡ് വെച്ച് ഡിറ്റാച്ച് ചെയ്തെടുക്കാം. ഓരോ പാർട്ടായിട്ട് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പോയി നൈസായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ. കുറേ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, കാണാൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വേർഷനാകുന്നുണ്ട് നമ്മുടെ പണി സിനിമയിൽ ജോസഫ് കൊണ്ടുവരണേ. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് കൊടുത്തിരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബാക്ക് ഫംഗ്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് തന്നെ പോകുന്ന ആ ഒരു സ്കീം. പിന്നെ ഡോർസ് ക്യാൻ ബി ഓപ്പൺഡ്, പിന്നെ ഡോറെല്ലാം തുറക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ഫുഡ് ക്യാൻ ബി ഓപ്പൺഡ്. ഫുഡ് ട്രങ്ക് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഡിക്കിനും ബോണറ്റിനാണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ തുറക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ലൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടും ബ്രേക്ക് ലൈറ്റും നമുക്ക് തെളിയുന്നതാണ്. പിന്നെ സൗണ്ട് സ്റ്റിമുലൈസേഷൻ, അപ്പോൾ സൗണ്ടിൻ്റെ ഇതും വരും. പിന്നെ ഇതിനകത്തൊരു 1.5 വോൾട്ടിൻ്റെ ഒരു ചെറിയ ബാറ്ററി സെറ്റ് ഉണ്ട്. അത് ഞാനൊന്ന് യൂസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇതൊന്ന് പോയായിരുന്നു. അപ്പോൾ നമുക്ക് ആ പുതിയ ബാറ്ററി മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റും സൗണ്ടും വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തന്നെ. പിന്നെ വാണിങ്, കൊച്ചുകുട്ടികൾക്ക് ഇത് ചോക്കിങ്, കൊച്ചുകുട്ടികളൊന്നും എടുത്ത് വിഴുങ്ങാണ്ടിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു വാണിങ് സൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏജ് ഇട്ടങ്ങനെ ഒരു ഏതാണ് 30+ ആ റേഞ്ചിൽ ഇട്ടാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യണത് നമ്മളെപ്പോലുള്ള വലിയ ഭ്രാന്തന്മാരാണെന്നാണ് വേറെ സംഭവം. 1:24 റേഷ്യോൻ്റെ ഡൈകാസ്റ്റ് കാറാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. നമ്മുടെ BMW M30 വേണ്ട കിടക്കണം ഗൈസ്. അപ്പോൾ ഈ കാറിനെ കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ ഇതൊരു ലെജൻഡറി കാർ തന്നെയാണ്. നമ്മുടെ BMW M3 E30 എന്ന് പറഞ്ഞ ഈ ഒരു സാധനം നമ്മുടെ റേസ് ട്രാക്കുകളും മറ്റ് കാറുകൾക്കൊരു ഭീഷണിയായി മാറിയ ഒരു കാറായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇത് 2.5 ലിറ്റർ ഇൻലൈൻ 4 S14 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാരക ടോർക്ക്, സംതിങ് അപ് ടു 200 to 250 ഹോഴ്സ് പവറാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കൂപ്പേ വെർഷനിലും സെഡാൻ വെർഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഇതൊരു മാരകം മോൺസോ തന്നെയാണ് സ്ട്രീറ്റ്സിലെ. പോരാനായിട്ട് ഓരോ വീട്ടിലെ ഓരോ അലങ്കാരം കൂടിയായിരുന്നു, ഒരു അഭിമാന ഘട്ടകം കൂടിയായിരുന്നു സാധനം. സോ ഇതുപോലത്തെ മാരകമായ കാറുകൾ സ്വന്തമായിട്ട് മേടിച്ചിടാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കലിലൂടെയാണ് ഇതുപോലുള്ള ഡൈകാസ്റ്റുകൾ മേടിച്ച് കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നമ്മളെപ്പോലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ കാര്യം കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഈ കാർ കംപ്ലീറ്റ്ലി മെറ്റലാണ്. ഇതിൻ്റെ റാൻഡോ വീൽസ് ആണെങ്കിൽ എല്ലാം പട്ടയായിട്ടുള്ള നല്ല ഡിസൈനാണ്. അപ്പോൾ ഞാനത് ഉള്ളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഒറിജിനാലിറ്റി എന്തുകൊണ്ട് കണ്ടു നോക്കുക. അപ്പോൾ ഗൈസ്, അത്യാവശ്യം നല്ലൊരു പട്ടയായിട്ടുള്ള ഡീറ്റെയിലിംഗ് തന്നെ നമ്മുടെ ഒറിജിനൽ കാറിലുള്ള പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കാറിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ കാര്യം തന്നെയാണ്, അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നല്ല ഭംഗിയായിട്ട് ഗൈസ് ഇതിൻ്റെ ഡിക്കി. അപ്പോൾ അതേ ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. 2 സൈഡത്തെ ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്, നല്ല പെയിൻറ്റ് സ്കീമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ചതിൻ്റെ ചെറിയൊരു ഇതാണ് കേട്ടോ ഇവിടെ അയക്കണം. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇതിന് ലൈറ്റൊക്കെ ഓൺ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഓൺ ആക്കാൻ പറ്റും, ചെറിയൊരു സൗണ്ടും കേൾക്കും കേട്ടോ. ഇതാണ് ഒരെണ്ണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലത്തെ പുതിയ സാധനങ്ങൾ നമ്മൾ ഇറക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൽ കൂടുതൽ അടിപൊളി സാധനങ്ങൾ നമ്മൾ ഇറക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് BMW. അപ്പം ഇനി അടുത്തത് നമുക്ക് നമ്മുടെ പകാനിയിലിട്ട് കിടക്കാം.
നമുക്ക് അടുത്തതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു ഇത്. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ പണ്ടത്തുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പെർഫെക്ഷൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലത് പെർഫെക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ പ്രോ എനിക്ക് കാണിച്ചത് 3 മോഡലുകളാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ, കൂട്ടത്തിൽ പഗാനിയുടെ ഹയറ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. കിടക്കണം. അപ്പോൾ അതേ ഒരു പ്രീമിയം റിച്ച് ലുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 13 Pro ആയിട്ടത് ഇതിനകത്ത് ഒരു സൂമിങ് ഉണ്ട് നോക്കുക. അതിൻ്റെ ഒറിജിനലിൻ്റെ ഉള്ളിലുള്ള അതേപോലത്തെ ഇൻറ്റീരിയർ അവരെന്തായാലും നല്ല രീതിയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ മറ്റേ കാർബൺ ഫൈബർ ഫീൽ തോന്നിക്കാനുള്ള കാർബൺ ഫൈബർ അത് വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഡോറിലും നല്ല രീതിയിൽ ആ കാർബൺ ഫൈബറിൻ്റെ ഇത് കാണാവുന്ന രീതിയിലായിട്ട് കൊടുത്തേക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വണ്ടിക്ക് മൊത്തത്തിലൊരു ഓവറോൾ കാർബൺ ഫൈബറിൻ്റെ ഇത് ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് പ്രോ. നോക്ക് മക്കളെ, നോക്കി എന്താ മുതല്. ഇനി വേറെ സാധനം കാണിച്ചു തരട്ടാ. ബ്രോ ഇതാണ്, നോക്ക് എന്താ വൈബെന്ന് നോക്കിക്ക്, എന്താ സെറ്റപ്പ് എന്ന് നോക്ക്. അപ്പം ഇതൊക്കെയാണ് പുറത്ത് വന്നതിൻ്റെ ഗുണമെന്ന് എനിക്ക് പറയാൻ തോന്നിയത്. കാരണം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ക്രേസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ എനിക്ക് നാട്ടിൽ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പുറത്ത് വന്നപ്പോൾ എനിക്ക് അതിന് ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇതും പൊങ്ങുന്നു കേട്ടോ. യെസ് ഗായ്സ്, ഇത് പൊങ്ങി ഒരു വമ്പോ ഒരു രക്ഷയില്ല കേട്ടോ. പൊള്ളി സാധനം. പിന്നെ അതേ ഇവിടെ നമ്മുടെ എൻജിൻ പേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇതേതാ V12 ആണോ V12 എൻജിൻ അങ്ങാണ്ടാണ് ഇതിൻ്റെ സാധനം പഗാനിയുടെ. ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇത് ഇവിടെ ഒരു മറ്റേ ഇതിൻ്റെ ക്യാരി ബോക്സോ അങ്ങനത്തെ സാധനം ഇതെങ്ങാണ്ട് ഒറിജിനൽ കാറിൽ ഓപ്പണായി വരും. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും പൊളിയാണ്. ലൈറ്റ് സൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് എന്നെ സംഭവം വെച്ചാൽ ഞാൻ നോക്കി ഇതിൻ്റെ അടി സ്ക്രൂ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ എയർപോർട്ടിൻ്റെ ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അക്കോമഡേഷനിലിട്ട് ഇങ്ങനെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒന്നും എടുത്തുകൊണ്ട് വരാൻ പാടില്ല. സോ എനിക്കിത് അൺസ്ക്രൂ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കതെല്ലാം താത്തി വെക്കാം കേട്ടോ. താത്തി വെച്ചാലും താത്തി വെച്ചില്ലെങ്കിലും ഒട്ടുക്കത്ത് ഗ്ലാമറുണ്ട്. കാരണം ഗൈസ് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ പെർഫെക്ഷന് ഒരു രക്ഷയില്ലാത്ത അത്രയും ക്വാളിറ്റി 50 dirhams പ്രൈസ് ടാഗിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പ്രീമിയം ആയിട്ട് ഇറ്റാലിയൻ ഫ്ലാഗ് അവിടെ നല്ലോണം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറും എല്ലാം ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് വരെ നമുക്ക് നല്ല പക്കയായിട്ട് കാണാം. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഡൈകാസ്റ്റിൻ്റെ ഈ കാറിൻ്റെ ഇത് ഫ്രെയിം ഇതിങ്ങനെ തന്നെ ചുമ്മാ വയ്ക്കാനും ഭയങ്കര ഭംഗിയാണ്. വാളിൽ ഹാങ് ചെയ്തും എല്ലാം വയ്ക്കാം. നല്ല രസമുണ്ട് കേട്ടോ. സോ എന്താണ് നിങ്ങളുടെ റിവ്യൂ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ അടിപൊളി സാധനങ്ങൾ വേണമെങ്കിൽ ഫോളോ ചെയ്യും. ഓക്കെ. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. റേറ്റ് ഞാൻ പറയാം. 50 dirhamsനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് UAE പ്രൈസിൽ. 50 dirhams എന്ന് പറഞ്ഞാൽ 23x50 അല്ല 23x50 ആണ്. അത് തന്നെ ഇന്ത്യ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 1000 രൂപയാണ്. നാട്ടിലത്തെ 1000 രൂപയ്ക്ക് ഇത് വർത്ത് എന്ന് പറഞ്ഞാൽ ഹെവിയാണ് കേട്ടോ. വാല്യൂ ഫോർ മണി ഐറ്റമാണ് കേട്ടോ. ഇത്ര അടിപൊളി സാധനം കിട്ടുന്നത്. അപ്പോൾ ഇതിനെനിക്ക് ഹെൽപ്പ് ചെയ്തൊരു എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ കയറി പോയി ഞാനൊരു അജ്മാനിലുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ 3 കാറ് നമ്മളിപ്പോൾ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഇതാണ് മുതൽ. പിന്നെ നമ്മുടെ മിറർ ഇതൊരു റബ്ബറായിട്ടാണ് കൊടുക്കുന്നത്. ഇതുണ്ട് റബ്ബറാണ് കൊടുത്തത്. ഹെഡ്ലൈറ്റൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടും, നല്ല പക്കയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കാറും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഇവിടെ പൊക്കിയാൽ മതി ഇത് തുറന്നു വരാൻ. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഡോർ തുറക്കാൻ നമുക്കിത് ഇവിടെ പിടിച്ചത് ഇങ്ങനെ അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അടയ്ക്കാൻ തുറപ്പില്ല. അത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് മെറ്റലാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രേസി പാർട്ട്. ഇത് നല്ല ഫിറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് പെൻസ് നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് അടുത്ത സാധനം ദൈവനാണ് കേട്ടോ. നമ്മുടെ ബെൻസ് 500K. ഇത് നമ്മൾ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. ഗൈസ് എന്താ മുതൽ ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി സാധനം അതുകൊണ്ട് ഭയങ്കര
ഒറിജിനലി വണ്ടി കണ്ടു കഴിഞ്ഞത് ഞാൻ ഇതുപോലത്തെ പറഞ്ഞാൽ കണ്ടത് ഹാർട്ട് ഓഫ് ഷാർജ, നമ്മുടെ റോയൽ ഹാർട്ട് ഓഫ് ഷാർജ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കോർണിഷിൻ്റെ അവിടെയാണ് ഇതുപോലത്തെ റോയൽ പെരുത്ത സാധനം ഞാൻ കണ്ടിട്ടുള്ളത് നേരിട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ മേടിക്കാൻ പറ്റില്ലാത്തതിൻ്റെ ഒരു ആഗ്രഹപ്പുറത്താണ് നമ്മളിതൊക്കെ ചെറിയ ഡൈകാസ്റ്റുകൾ മേടിക്കണം. പക്ഷേ അതിൻ്റെ പ്രീമിയം ലുക്ക് നോക്കാം, ടയറിൻ്റെ ഒക്കെ ഫിനിഷ് നോക്കി ഒരു രക്ഷയില്ല സാധനം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം, ഫ്രെയിം 1 by 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാം കേട്ടോ. ക്ഷമ എനിക്ക് കിട്ടുന്നില്ല. കായ്സ് നോക്കി എന്താ ഭംഗിന്ന്, ഒരു രക്ഷയില്ല കേട്ടോ. മൊത്തല് സാധനം നമുക്ക് ഇതും ഡിറ്റാച്ച് ചെയ്യാം. ഗായ്സ് ഇതിൻ്റെ ഒരു 360-ലുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചിട്ട് അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഒരു ഗ്ലാമർ മനസ്സിലാവുള്ളൂ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി വണ്ടി എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ ആണ് ഇത് പണിത് വെച്ചേക്കണത്. ഒരു രക്ഷയില്ലാത്ത ഡൈകാസ്റ്റ് മോഡലാണ്. 50 ദിർഹംസിനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപയ്ക്കൊക്കെ ഇത് ഭയങ്കര വാല്യൂ ഫോർ മണി തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല സാധനം. എല്ലാ പിൻ ടു പിൻ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കണത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത. സോ ഇതുപോലത്തെ ക്രേസി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോക്ക് എന്താ ഭംഗിയാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കണ എൻ്റെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു പഴയ ഒരു ടിന്നാണ് കേട്ടോ. സോ അതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ചെറിയ വീഡിയോഗ്രാഫി ടെക്നിക്സ് ഒക്കെയാണ് ഇതൊക്കെ. ഓക്കെ, സോ ഗൈസ് ഇതിൻ്റെ നമ്മൾ മറ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് കാണിച്ചു തരാം. പയ്യെ ഇതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഹോൾഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് ഫ്രെയിമിൽ നിന്ന് വിട്ട് കൊണ്ടിരിക്കാൻ. പിന്നെ താഴെ സ്ക്രൂവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യണത് ഈ വശത്തായിട്ടാണ്, നമ്മുടെ ബാക്കിലോട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ. മറ്റേത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ വിജാഗിരി ഉണ്ടാവും, പിന്നെ അതിനകത്തുനിന്ന് ബാക്കോട്ടല്ല ഓപ്പൺ ചെയ്യണം. ഇത് നേരെ ഫ്രണ്ടോട്ടാണ് വരുന്നത്. സോറി പറയുമ്പോൾ തല തിരിഞ്ഞു പോകും, എന്നാലും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് തുറക്കാൻ പറ്റും, പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡീറ്റെയിലിങ്, ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിങ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻജിൻ്റെ ഇതൊക്കെ നല്ല പക്കയായിട്ട് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സെറ്റായിട്ടുള്ള ഡിസൈനിങ്ങും ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. എൻജിൻ്റെയൊക്കെ ആ ഒരു റിയലിസ്റ്റിക് നിങ്ങൾ കണ്ടില്ലേ, എന്താ റിയാലിറ്റി. ഒരു രക്ഷയില്ലാത്ത റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തത്. എന്താ പറയുക, 50 ദിർഹംസിന് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തികയത്തില്ല. അത്രയ്ക്ക് മാസീവായിട്ടുള്ള ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എൻ്റെ ട്രങ്കാണ്. ട്രങ്ക് സ്പേസ് കണ്ടില്ലേ, ബൂട്ട് സ്പേസ് എന്ന് പറയാൻ മതി. കണ്ടില്ലേ എന്താന്ന് ഡീറ്റെയിലിംഗ് നോക്കി. പോരാഞ്ഞിട്ട് മറ്റേ ലെതർ സീറ്റിങ്ങിൻ്റെ ഇതൊക്കെ നല്ല പക്ക ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ. ഇതാണ് മൊത്തത്തിലുള്ളൊരു ലുക്ക്, ഫുൾ ഓപ്പൺ ചെയ്തുള്ളത്. ഇതും ലൈറ്റും സൗണ്ട്സും സ്റ്റിമുലൈസേഷൻ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രൂ അൺസ്ക്രൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ച് ലൈറ്റ് ഓൺ ആക്കി കാണിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും സംഭവം പെർഫെക്ഷൻ കേട്ടോ. നൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഗായ്സ് ഇതാണ് ഇതിൻ്റെ സ്പെയർ ടയറും ഒറിജിനൽ ടയറും എല്ലാം ഒട്ടുക്കത്തെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ അജയിലും പിന്നെ വേട്ടക്കാരൻ വ്ളോഗ്സിലും നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.